നിങ്ങളുടെ ഡെലിവറി സെക്ഷൻ ആണെങ്കിൽ ആദ്യത്തെ 6 ആഴ്ച നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യാനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അബ്ഡോമിനൽ സ്ട്രെയിൻ ഒന്നും വരാതെ ഡീപ്പ് ബ്രീത്തിങ് അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള പെൽവിക് ഫ്ലോർ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. 6 ആഴ്ച മുതൽ 3 മാസം വരെ നിങ്ങളുടെ ബോഡി മൊബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. പക്ഷേ ഈ ഒരു ടൈം പീരീഡിലും ഹൈ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഹെവി വെയിറ്റ് യൂസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട്സ് ചെയ്യരുത്. 3 to 6 months മുതൽ നിങ്ങളുടെ ഫിറ്റ്നസ് വീണ്ടെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റിയും ഡ്യൂറേഷനും ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൂട്ടിക്കൊണ്ടുവരാം. ലൈറ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ 6 months നിങ്ങളുടെ പഴയ ആക്ടിവിറ്റി ലെവലിലേക്ക് തിരിച്ചെത്താം. നോർമലായിട്ടുള്ള വെയിറ്റ് ലോസ് വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാം. ഇനിയൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത്, ഡയസ്റ്റാസിസ് റെക്ടൈ ഉണ്ടെങ്കിൽ അത് ശരിയാക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. പോസ്റ്റ്പാർട്ടം പീരീഡ് എങ്ങനെ ഹെൽത്തിയെ മാനേജ് ചെയ്യണമെന്ന് അറിയാൻ കമൻറ്റ് പോസ്റ്റ്പാർട്ടം വി ക്യാൻ ഹെൽപ്പ് യു.